ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീഗംസ് വേൾഡ്. ഇന്ന് ഞാൻ ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടല്ല കേട്ടോ വന്നത്. ഞങ്ങൾ കടപ്പുറത്തൊക്കെ പോയിട്ട് വല വീശി രാത്രിയിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്നൊക്കെ ഐഡിയ ഇട്ടിട്ട് ഒന്ന് പുറത്തിറങ്ങിയത് കേട്ടോ. ഇത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കടലുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ വല വീശി മീൻ പിടിക്കണം എന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. വല വീശാനുള്ള ഒരുക്കത്തിലാണ്. നമുക്ക് നോക്കാലോ വല വീശുമ്പോൾ എത്ര പരന്ന് വീഴുന്നു, മീൻ എത്ര കിട്ടുന്നൊക്കെ. മീനിപ്പം കടലിൽ പൊതുവെ കുറവാണ്. അത് നമുക്ക് നോക്കാം വല വീശിന് എത്ര സക്സസ്ഫുൾ ആണെന്നുള്ളത്. രാത്രിയൊക്കെ ചുടുമ്പോ കുറച്ച് മസാല പറ്റിയോ രാത്രി അൽഫാം ഉണ്ടാക്കുമ്പോ കുറച്ച് ഇതെടുത്താൽ മതി, കൊഞ്ചിട്ടെടുത്താൽ മതി. എല്ലാത്തിലും ഇല്ലെങ്കിലോ അത് ഷിൻകാക്കാണെന്ന് മനസ്സിലാവണമെന്നില്ല കേട്ടോ. ഏതോ ഒരു രൂപം അത് മതി. അതോ നല്ല ഷിൻകാക്ക് പേര് പോവില്ല. അങ്ങോട്ട് പോവാ. എന്താ പ്രശ്നം അറിയോ, വല ഇങ്ങനെ പരന്ന് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പിടുത്തുണ്ട്. അത് പിടിച്ചാൽ മാത്രമേ വല പരന്ന് കിട്ടുള്ളൂ. മോള് ഞാൻ ബാക്കിട്ട് എങ്ങോട്ടാ പോയി വിഗാണ് എന്നെ പിടിച്ചോ. അതേ പറഞ്ഞേ. എന്തിനാ വല എന്ന് പറഞ്ഞാൽ നല്ല വെച്ചുള്ള സാധനമാണ്. അത് ഇങ്ങോട്ട് വീശുമ്പോഴത്തേന് ഏറ് ക്ഷീണിച്ചിട്ടുണ്ടാവും. അന്റെയിലൊന്നും കിട്ടില്ല. ബാക്കോട്ട് നടക്കുമ്പോ കല്ലുണ്ട്. ഷിൻക വലിക്കാനാണോ? നോക്കി പോണേ. ചെമ്മീൻ തരത്താ അപ്പൊ നമ്മൾ കടപ്പുറത്ത് പോയപ്പോ കുട്ടികളുണ്ട്. നമ്മളെ വലയിൽ കിട്ടിയ മീനാണ്. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്. ഷിൻക ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി. അതിനെന്നെ ഞങ്ങള് വല ഇതാക്കണ ഒന്ന് കാണാനേനു. ഇങ്ങോട്ട് തിരിഞ്ഞാക്കുവോ? നിങ്ങൾ തല താത്തിച്ചോളി. പിന്നെ നമ്മളിങ്ങനെ കല്ലിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് ഇവിടെ വാക്കടവ് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ വാവുത്സവം ഉണ്ടാവുന്ന സ്ഥലം കേട്ടത്. കടലുണ്ടി വാവുത്സവം ഉണ്ടാവുന്ന സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ വാവ് കഴിഞ്ഞ സമയമായതുകൊണ്ടാണ് തോന്നുന്നു കടലിൽ അത്രയൊന്നും തിരക്ക് കുറവാണ്. വാവിൻ്റെ ടൈമിൽ തീരെ തിര ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മളെ വെള്ളപ്പൊക്കത്തിന് മരം വന്ന് അടിഞ്ഞതാണ്. പിന്നെ കുറേ തോണി അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരുന്നു കേട്ടോ. എന്നിട്ട് അവിടുന്ന് ആൾക്കാർ തോണി ഉന്തിയിട്ട് ഇങ്ങനെ കടലിലേക്ക് ഇറക്കി കൊണ്ടുപോവാം കേട്ടോ.
നല്ല രസമല്ലേ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണാൻ. ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിനൊരു ടെൻഷനും ഉണ്ടാവില്ല. ഒരു മീൻ പിടിക്കാൻ പോവാന്ന് തോന്നുന്നു. വലൻ്റെ കെട്ടൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ. സൂര്യൻ അസ്തമിക്കാനായി. ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകാം കേട്ടോ. വീട്ടിലെത്തി ഞങ്ങളിങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കരിയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ചിരട്ട കത്തിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കണ്ണലാവട്ടെ വിചാരിച്ചിട്ട് കുറേ ചിരട്ട കത്തിച്ച് വെച്ചതാ. ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിങ്ങാണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു രസമാണല്ലോ. ഇത് ഞങ്ങൾ തറവാട്ടിൽ പോയതാട്ടോ. തറവാട്ടിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എല്ലാവരും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ ആക്കിക്കൂട്. കണ്ടോ, ചിക്കനൊക്കെ ഇങ്ങനെ കായം തേച്ച് വെച്ചതാണ്. പച്ച കളർ കായ കേട്ടോ ഞങ്ങൾ തേച്ചത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല കനലായി. കനലായിന്. ഗ്രില്ലിലൊക്കെ നിരത്തിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം പകുതിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ഒരു പ്രാവശ്യമായിട്ട് ഒരു 5-6 പ്രാവശ്യം ചിക്കൻ ഉണ്ട്. നമുക്ക് വെന്തത് മുഴുവനായിട്ടുണ്ടാക്കി. ഞങ്ങളിത് ഉള്ളി ഇങ്ങനെ കൊല്ല് വെച്ചിട്ട് ഒന്ന് വേവിച്ചതാണ്. നല്ല ടേസ്റ്റ് അങ്ങനെ വേവിക്കുമ്പോൾ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടോ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.